ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും അവിടെ സുഖമാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നാടൻ രീതിയിലുള്ള കക്കത്തോരനാണ്. നല്ല നാളികേരമൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള കക്കത്തോരനാണ്. നമ്മൾ അവിലൊക്കെ വെക്കില്ലേ, അതുപോലെ നാളികേരം പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി കക്കത്തോരനാണ്. കക്ക നന്നാക്കി എടുക്കണ പ്രോസസ്സ് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. കക്ക നന്നാക്കി എടുക്കാൻ അത്യാവശ്യം നല്ല പണിയുണ്ട്. എനിക്ക് നല്ല മടിയാണ് ഈ കാര്യത്തിലൊക്കെ. അപ്പോൾ ഹസ്ബൻഡ് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, നാട്ടിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, അമ്മ ഉണ്ടാവും, പിന്നെ അനിയത്തി ഉണ്ട്, അനിയൻ്റെ വൈഫുണ്ട്, അവളൊക്കെ സഹായിക്കാറുണ്ട്. അപ്പോൾ വേഗം പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ നിങ്ങൾ കക്കയൊക്കെ വാങ്ങാന്ന് വെച്ചാൽ എല്ലാവരും ഉള്ള സമയത്ത് വാങ്ങാം. അപ്പോൾ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് പെട്ടെന്ന് നന്നാക്കി കഴിയും. എനിക്ക് ഈ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലാണ് മെയിൻ മടി. പെട്ടെന്ന് ഡിഷസൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും. ഈ പാത്രം കഴുകൽ, ക്ലീനിങ്, പാത്രം കഴുകണ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഒരു സുഖമില്ല. ഈ കുക്ക് ചെയ്യണേറ്റ് മുമ്പ് ഒരു പാത്രം കഴുകൽ അല്ലേ, പിന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ പാത്രം കഴുകുന്നുണ്ടാവും. അതുപോലെ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും കഴിക്കണതിന് മുമ്പും പാത്രം കഴുകാൻ തന്നെയാണ് ഏറ്റവും വലിയ മെനക്കെട്ട പരിപാടി. ബാക്കിയൊന്നും അത്ര വലിയ മെനക്കെട്ട പരിപാടിയൊന്നുമല്ല. എനിക്ക് വല്ല മെഷീൻസൊക്കെ കണ്ടുപിടിച്ചാലോ എന്ന് ഞാനങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. വലിയ ഹോട്ടൽ ലെവലിലൊക്കെ ഉണ്ടായിരിക്കും. ചെറിയ അടുക്കളയിലേക്ക് വേണ്ടിയിട്ട് മെഷീൻസ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ കക്കയും തുടങ്ങിയിട്ട് ഇപ്പോൾ പാത്രം കഴുകണ വരെ എത്തിയില്ല. കത്തിയടിച്ചിരുന്നുണ്ടെങ്കിൽ സമയം പോണത് ഇങ്ങനെ അറിയില്ല. എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പൊതുവെ ഒരു സ്വഭാവം കേട്ടോ. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ രണ്ട് വർത്തമാനം പറയാത്ത അധികം ഒതുങ്ങിയിരിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഭയങ്കര വായാടി ആയതുകൊണ്ട് എൻ്റെ വർത്താനം പറയൽ കുറച്ചിട്ട് എൻ്റെ ഗാങ് അങ്ങോട്ട് പൊളിക്കാമെന്നാണ് ടീച്ചറെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം. ജിബി മിസ് ഉണ്ട്. അപ്പോൾ ടീച്ചർ ഞാനിത്തിരി ഏത് ടൈം വർത്താനം പറയണ കാരണം വർത്താനം പറയാത്ത ആൾക്കാരെ ബെഞ്ചിൽ കൊണ്ടു നിൽക്കും. പൊതുവെ എല്ലാ സ്കൂളും കോളേജിലൊക്കെ കാണാം, ബെഞ്ച് വൈസ് ടീം വൈസ് ഇരിക്കണവരെ ഞങ്ങൾ പൊളിച്ച് മാറ്റാം. അപ്പോൾ വർത്താനം പറയാത്ത നികിതേനൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തി. ഞാൻ വർത്താനം പറയൽ കുറച്ചുമില്ല. നികിതേനൊക്കെ അടിപൊളിയായിട്ട് നാശാക്കി കൊടുത്തു. ടീച്ചർ എപ്പോഴും പറയും, നിൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തിട്ട് ആ കുട്ടീനെ കൂടി നീ നാശാക്കിന്ന്. ഇപ്പോൾ പിന്നെ മിക്ക ദിവസം ക്ലാസ്സിന് പുറത്ത് തന്നെ ആവാറ് വർത്താനം പറഞ്ഞിട്ട്. അതൊക്കെ ഒരു കാലം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തിപ്പോൾ പറഞ്ഞു തന്നാൽ കക്കയുടെ കാര്യമാണ്. ഇതാണ് എൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ വേറെ ഒന്നുമില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് ടച്ച് ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇത് ഞാൻ എന്നും പറയുന്നത് തന്നെയാണ് വീഡിയോയിൽ. എന്നിട്ട് വലിയ പുരോഗതി ഒന്നും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന എന്നും എല്ലാ ഫ്രണ്ട്സും ബോറടി ആവും ഇത് കേൾക്കുമ്പോൾ. പക്ഷേ അധികം പേരൊന്നും ഇല്ല ബോറടിക്കാൻ വേണ്ടിയിട്ട്. ആയിട്ട് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് കക്ക ക്ലീൻ ആക്കി എടുക്കാം. അതിനുവേണ്ടി ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലാക്ക് കളർ ഇത് വരും, അത് നമുക്ക് കളയാം. കക്ക ക്ലീൻ ആക്കാതെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വയറുവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. സീ ഫുഡ്സ് അപ്പോൾ നന്നായി ക്ലീൻ ആക്കി എടുക്കണം. ഇപ്പോൾ ഹോട്ടൽസിലൊക്കെ നന്നായി ക്ലീനായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനത്തെ കക്കൊക്കെ പോലുള്ളത് മേടിച്ച് നന്നായി ക്ലീനായിട്ട് കറി വെച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാനിത് നന്നായി ക്ലീൻ ആക്കിയിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിലേക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കക്ക മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഞാനിതിപ്പോൾ സ്റ്റവ് കത്തിച്ച് ഒരു മീഡിയം സിമ്മിലിട്ടിട്ട് കക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കക്ക ഒരുവിധം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കുക്കറിൽ വേവിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിത് വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് വെന്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നോക്കാം. ഇതിൽ സബോള ഞാനൊരു മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇത് മൺചട്ടിയിലാകുമ്പോൾ നാടൻ ഐറ്റംസ് ആയ കാരണം അതാണ് നല്ല രുചി ഉണ്ടാവും. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഞാൻ സബോള, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വഴറ്റിയെടുക്കാം കേട്ടോ നമുക്ക്.
വഴറ്റെടുക്കാന്ന് പറഞ്ഞാൽ നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട. ജസ്റ്റ് അതിലേക്ക് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ വഴറ്റെടുത്താൽ മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നേരത്തെ കക്കയിൽ ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായി അത് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതൊരു 1/2 kg കക്കയാണ് എടുത്തിട്ടുള്ളത്, ഒരു 1/2 കിലോ കക്ക. അതിനൊരു 1/2 മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച കക്ക ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. ഇനി നന്നായി ഇത് ഇളക്കി കൊടുക്കുക. ഇതിൽ വെള്ളമൊന്നും ഇനി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒരു 5 to 10 മിനിറ്റ്സ് നന്നായി ഇത് ഇളക്കി കൊടുക്കുക. കക്കയിലെല്ലാം ഫ്ലവേഴ്സൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കക്കത്തോരൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് വയമ്പൊക്കെ വെച്ചിട്ടും നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ടോപ്പിക്സ് ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.